10 ഏക്കറിന് നടുവിലായി വരുന്ന ഒരു ബംഗ്ലാവ്. അവിടെ കുടിയിരിക്കുന്ന ദേവി കാവലിരിക്കുന്ന വലിയ നിധി. ആ നിധി ആഗ്രഹിച്ചെത്തിയവരെല്ലാം ഒന്നൊന്നായി മരിക്കാൻ തുടങ്ങുന്നു. അത് ദേവിയുടെ കോപമായിരുന്നു. ദേവി കാവലിരുന്ന നിധിക്ക് പിന്നിലെ സത്യം എന്താണ്? ധാരാളം ട്വിസ്റ്റുകൾ നിറഞ്ഞ പോച്ചമ്മ എന്ന ഈ വെബ് സീരീസിന്റെ കഥ മുഴുവനായും കേൾക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ ഒരുപാട് സ്ഥലത്തിന് നടുവിലായുള്ള ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. അവിടെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ നടന്നതായും എന്നാൽ എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നതും. ടേബിളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നു. ജെസ്സി എന്ന പെൺകുട്ടി വീടിന് മുകളിൽ നിന്നും വീണതിനെ തുടർന്നാണ് അവളുടെ ഫാമിലി അവളുമായി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ആകെ ടെൻഷനോടെ നിൽക്കുന്ന ഫ്രാൻസിസിനോട് ഇതൊക്കെ പോച്ചമ്മയുടെ ശാപമാണെന്ന് രഘുപതി പറയുമ്പോൾ ഞാനിതൊക്കെ വിശ്വസിക്കണോ? മിണ്ടാതിരിക്കാനാണ് ഫ്രാൻസിസ് ദേഷ്യത്തോടെ രഘുപതിയോട് പറയുന്നത്. എന്നാൽ ഈ സമയം തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്ന് ജെസ്സി മരിച്ചെന്ന് അവരോട് പറയും. ഇത് കേട്ട് അവരെല്ലാം ആകെ ഷോക്ക്ഡായി വളരെയധികം ഫീൽ ചെയ്യുന്നു.